അപ്പോൾ ഗൈസ് ആ സമയം 7 മണിയാവാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേക്ക് പകരം ഡോക്ടർ യൂണിക് അവതരിപ്പിക്കുന്ന പുതിയ കലാപരിപാടി വാട്ട് ഐ സ്റ്റഡി ഇൻ എ ഡേ. അപ്പോൾ ഗൈസ് ആ സമയം 7 മണിയാവാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിതേ നമ്മുടെ സ്ഥിരം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ 4-ാം തീയതിയും കഴിഞ്ഞ് ഗൈസ് 17th ഞങ്ങൾക്ക് എക്സാം. അപ്പോൾ അതേ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിക്കണം എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എന്തൊക്കെ പഠിക്കണം എന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഉദിച്ച് വന്ന് ഗൈസ്. അപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേക്ക് പകരം ഡോക്ടർ യൂണിക് അവതരിപ്പിക്കുന്ന പുതിയ കലാപരിപാടി വാട്ട് ഐ സ്റ്റഡി ഇൻ എ ഡേ. അപ്പോൾ എന്തായാലും നമ്മുടെ എക്സാംസ് കഴിയുന്നവരെ ഇതായിരിക്കും കേട്ടോ നമ്മളുടെ പരിപാടി. കുറേ പേര് കുറേ നീറ്റ് ആസ്പിറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാണുമ്പോൾ നല്ല മോട്ടിവേഷൻ ആണെന്ന്. അപ്പോൾ നമുക്കിനി ഒരുമിച്ച് പഠിക്കാം. ശരിക്കും എക്സാം സമയത്ത് എനിക്ക് ഇങ്ങനൊരു പടി കിട്ടുന്ന ആദ്യമായിട്ടാണ്. നല്ല രീതിയിൽ സൈനസ് ഇൻഫെക്ഷൻ ആയത് കാരണം വെളുപ്പിനെ ഒന്നും എഴുന്നേക്കാനും പറ്റത്തില്ല. ഒത്തിരി നേരം ഇരുന്ന് പഠിച്ചാൽ തലവേദന എടുക്കും. അപ്പോൾ ഇരുന്ന് പഠിക്കുന്ന സമയം നല്ല എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഹൈപ്പർ ലാബ്സ് ചെയ്തുകൊണ്ട് ആകെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല 3D ലൈറ്റ് എഫക്ട്സ് ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ. സൺലൈറ്റിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും വീഡിയോ പിന്നെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പം ഞാൻ രാവിലെ പഠിക്കണമെന്ന് വിചാരിച്ചത്രയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ 8:30 തീർക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 9 മണിയായി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബ്രേക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ആ സമയം 10:20 കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തതാണ്. പക്ഷേ ബ്രേക്ക് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബ്രേക്കിൻ്റെ ഒരു പ്രശ്നം. 1 മണിക്കൂർ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു 1.5 മണിക്കൂറായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാം. കൊച്ചിലേ മുതൽ ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് ശീലിച്ചുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വായിച്ച് പഠിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ആ ഒരു ശീലം കുറച്ച് കുറയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി. കാരണം നമ്മൾ വായിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് സെൽഫ് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും പരമാവധി ഇങ്ങനെ സൗണ്ട് കുറച്ച് വായിച്ച് ശീലിക്കാൻ തുടങ്ങി, വീട്ടിലായിരുന്നിട്ട് പോലും. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് വന്നൊരു ശീലമാണ് ഈ ബുക്കിനകത്തെങ്കിലും ഇങ്ങനെ നോട്ട് ചെയ്ത് പോകുന്നൊരു ശീലം. അതായത് നമ്മളൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ ഇത് എഴുതി പഠിക്കുകയൊന്നുമല്ല, നമ്മൾ ആ ഒരു വായിക്കുന്ന സെൻറ്റൻസിൽ നിന്ന് ചിലപ്പോൾ ഒരു ലെറ്ററൊക്കെ ഞാനിങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി പോകും. ആ സമയം 1:20 കേട്ടോ. 12 മണിക്ക് തീർക്കണമെന്ന് വിചാരിച്ച ടോപ്പിക്സ് തീർന്നത് കറക്റ്റ് 1:20. അപ്പോൾ ഇനി നമ്മുടെ ഫുഡിൻ്റെ ബ്രേക്കാണേ. അപ്പോൾ അതാ വീണ്ടും പഴയ പോലെ തന്നെ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 3:30. അപ്പോൾ അതാ ഇത്രയും ടോപ്പിക്സ് കൂടെ പഠിക്കണം എന്ന് വിചാരിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനകത്തിൽ എത്രയും പഠിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ 3rd ഇയറിൻ്റെ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ ആകെ കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക്കും മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഒഫ്താലും ENTയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ഒരു മാസം സമയം കിട്ടിയിട്ടും കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക്കും തന്നെ ഒരു അറ്റത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുക. അന്നേരം ENTയും ഒഫ്താലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ആലോചിക്കും, ഫൈനൽ ഇയറിൽ 12 സബ്ജക്റ്റും കൂടെ എന്ത് ചെയ്യുമെന്ന്. കാരണം 1 മന്ത് സ്റ്റഡി ലീവല്ലേ അപ്പോഴും കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലും കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ പഠിക്കാനായിട്ട് പിന്നെ ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. കാരണം ഇപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
നമ്മളുടെ പഠിത്തം നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ശരിക്കും നന്നായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. കുളിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയി കുളിച്ചത്. പക്ഷേ എന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ സന്ധ്യ സമയമായതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ പോയി. അപ്പോഴത്തേക്ക് വീണ്ടും അമ്മ എൻ്റെ അടുക്ക ഒരു കല്യാണത്തിന് വരുന്ന കാര്യം ചോദിച്ചു. അമ്മ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്. അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്, അപ്പം ഞാനും കൂടെ ചെല്ലുമോ, റിസപ്ഷനാണ് ചെല്ലുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തായാലും എനിക്ക് വട്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിന് പോവാമെന്ന്, ഒരു ചേഞ്ചും ആവുമല്ലോ. അപ്പോൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു റിലാക്സേഷനൊക്കെ ആയിട്ടുണ്ട്. കാരണം ഇവിടെ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ എക്സാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇന്നെന്തോ എനിക്ക് ഒരുങ്ങിയൊക്കെ പോകണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരുങ്ങിയൊക്കെയാണ് കേട്ടോ കല്യാണത്തിന് പോയത്. കല്യാണത്തിനല്ല, റിസപ്ഷന് പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പഠിക്കാം. അത്യാവശ്യം ഇന്ന് കവർ ചെയ്യണം എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ച ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുമായിരിക്കും കേട്ടോ. ടാറ്റാ.